പുൽവാമയിൽ 40 ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഇന്ത്യ ചുട്ട മറുപടി നൽകി. പാക് അധീന കാശ്മീരിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയാലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. ഭീകരർ ഉൾപ്പെടെ 300ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് ആദ്യ വാർത്ത. 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾക്ക് മുകളിൽ 1000 കിലോ ബോംബ് ഇന്ത്യ വർഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. പാക് അധീന കാശ്മീരും കടന്ന് ഇന്ത്യ പാക് അതിർത്തിക്കപ്പുറമുള്ള ഭീകര കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുകയും സുരക്ഷിതരായി തിരിച്ചെത്തുകയും ചെയ്തതായി വ്യോമസേനാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ബാലാകോട്ട് മേഖലയിലെ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ പ്രധാനമായും തകർത്തത്. ചകോട്ടി, മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളും ആക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിർത്തി ലംഘിച്ച് ആക്രമിച്ചതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആക്രമിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി നേരിട്ടെടുത്തതായാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പാക് അധീന കാശ്മീരിൽ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നിരവധി ഭീകര ക്യാമ്പുകൾ ഉണ്ടെന്ന് ഇന്ത്യ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത്തരം ക്യാമ്പുകൾ തന്നെ ആക്രമിച്ച് തകർത്ത് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും അതിർത്തിയിൽ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമാണുള്ളത്.